രാവിലെ തന്നെ ഞാനും അച്ഛനും കൂടെ മഴ നനഞ്ഞ് പോകുന്നത് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനാണ്. കാരണം ഈ ഇടയ്ക്ക് നമുക്ക് 2 വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ദിവസം നമുക്കത് കറക്റ്റായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല. ആ ഒരു വിഷമേ ഉള്ളായിരുന്നു. അത് നമ്മൾ ഇന്ന് അങ്ങ് തീർക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കിങ് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. അപ്പം നമ്മുടെ അമ്പൂച്ചിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. 60ാമത്തെ വയസ്സായി. അച്ഛൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചേച്ചി നാട്ടിലില്ലാതായിപ്പോയി, ഞാനെടുത്തില്ലാതായിപ്പോയി, അച്ഛനും സ്ഥലത്തില്ലായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ ബർത്ത്ഡേ വൈകാതെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു രീതിയിൽ പായസം വെച്ചു. അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് അടപ്പായസം, അതുകൊണ്ട് തന്നെ അട വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു കുക്കിംഗ്. അത് വേറൊരു രസമായിരുന്നു. അച്ഛൻ പിന്നെ അച്ഛൻ്റെ ഫേവറേറ്റ് പായസം ആയതുകൊണ്ട് തന്നെ അച്ഛനും ഒരു സൈഡിൽ അങ്ങ് കയറി നമ്മുടെ കൂടെ. ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പായസമൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അച്ഛൻ പായസം ടേസ്റ്റും ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. അമ്പുറ്റിയും അച്ഛനും ഞാനും അമ്മയും നമ്മൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. ഹാപ്പി ആയിരുന്നു. അവനും ചേച്ചി ചേട്ടനൊന്നും ഇല്ലാത്ത വിഷമം അത് നമ്മൾ നികത്തി കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഞാൻ അച്ഛനൊരു സർപ്രൈസ് ആയിട്ട് അച്ഛനൊരു ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു. അച്ഛൻ തീരെ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അച്ഛൻ വിചാരിച്ചു നമ്മൾ ആരും ആഘോഷിക്കുന്നില്ല എന്നുള്ളത്. സോ നമ്മൾ പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്തു. പക്ഷേ ഇതല്ല, ചേച്ചിയും കൂടെ ഒക്കെ നാട്ടിലെത്തിയിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് അച്ഛൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സൂപ്പറാക്കും നമ്മൾ. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവാണ്. അങ്ങനെ പിന്നെ പായസമൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ ഹാപ്പി ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.